ഹായ് ഗായ്സ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ കണ്ണൂർ പോവാട്ടോ. നമ്മൾ 4 പേരും കൂടെ. അപ്പം ഞാൻ, ഏട്ടൻ, ശങ്കർ, കിച്ചു, നമ്മൾ 4 പേരും കൂടെയാണ് പോണേ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നേരെ പോണ വഴി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഹൈവേയിലോട്ട് കയറി. ഹൈവേയിലോട്ട് എത്തിയപ്പോഴത്തേനും പിന്നെ ഒന്നും നോക്കാമല്ലോ, ഒറ്റ ചവിട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നോളും. അപ്പം ഹൈവേയിൽ അങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരൻ ഉറങ്ങി, കിച്ചു ഉറങ്ങാനായിട്ട് പോണു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ സംസാരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാനധികം ഉറങ്ങാറില്ല. ഇനി 3 മണിക്കൂർ 37 മിനിറ്റ് ഉള്ളൂ കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നൈറ്റ് ഇറങ്ങിയതാണ്. അപ്പം ഒരു മോർണിംഗ് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പം നമ്മൾ പോണ വഴിയിൽ ചായ കുടിച്ചിട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് നമ്മൾക്ക് ഉറക്കം വരുമല്ലോ. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചായ കഴിച്ചു കേട്ടോ. അപ്പോൾ ചായേൻ്റെ ഒപ്പം നമ്മളൊരു ബ്രെഡ് ഓംപ്ലേറ്റും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്താറായ അപ്പോൾ കുറച്ച് മിനിറ്റുകളുള്ളൂ. അവിടെ രാവിലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞൊക്കെ ഈ മൂടി കെട്ടി നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സമുദ്ര ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേനും അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ആടിപ്പാടിയൊക്കെ ഇരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും റെഡിയൊക്കെ ആയി. ഇനി അവൾ മാത്രമേ റെഡി ആവുന്നുണ്ടായിരുന്നു. റെഡിയൊക്കെ ആയി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ ഒരു ചെറിയ കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ താലി കെട്ടി ഞങ്ങൾ നേരെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ നേരെ എന്താ കഴിച്ചു, ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം സ്റ്റേ ആയിരുന്നു കേട്ടോ. അത് എടുത്തില്ല, ഞങ്ങൾ അടിച്ച് തിമിർത്തായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വന്നിട്ട് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. എനിക്ക് ആകെ ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ആകെ വോമിറ്റിംഗ് ടെൻഡൻസിയും എന്തൊക്കെയാണ്. അതാണ് ഞാൻ അങ്ങനെ മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ നമ്മൾ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോക്ടെയിലൊക്കെ കുടിച്ച് വണ്ടിയിലിരുന്ന് ഓരോന്ന് സംസാരിച്ച് പോവാം കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. ഞാൻ യാത്ര ക്ഷീണം, പിന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ, അതിൻ്റെ ഇതൊക്കെ ഒരു. പിന്നെ നമ്മൾ മാഹി ചെന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ച്, അവിടെ വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ പോകുന്നു കേട്ടോ. പോകുന്ന വഴി കരിക്ക് കുടിക്കാൻ നിർത്തിയതാട്ടോ. ഭയങ്കര ചൂടല്ലായിരുന്നു. അപ്പോൾ കരിക്കൊക്കെ കുടിക്കാനായിട്ട് നിർത്തി. ഞാൻ ആ വണ്ടി കിടക്കത്തിട്ടിട്ട് അവൻ എനിക്ക് കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഡോറ് തുറന്നെടുക്കുന്നത്. അങ്ങനെ ഞാനും കരിക്കൊക്കെ കുടിച്ച് നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. കോഴിക്കോട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ബിരിയാണി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കോഴിക്കോട് ബീച്ച് കുറച്ച് നേരം തിരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന് ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളും അല്ലറ ചില്ലറ എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നോ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. എന്നിട്ടും ശങ്കർ കുറേ കഴിച്ചു കേട്ടോ. പക്ഷേ എനിക്കധികം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ശങ്കരൻ ഫുൾ അടിയായിരുന്നു. എന്തൊക്കെ അടിച്ചേറ്റിയെന്ന് അവൻ എന്നെ ഓർമ്മയില്ലാന്ന് തോന്നുന്നു. കൂന്തൽ നിറച്ചത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല, അധികം എനിക്ക് ഇഷ്ടമായില്ല അത്. പിന്നെ നമ്മുടെ ഇവളുടെ കയ്യിൽ മറ്റേ എന്താണ് കല്ലുമ്മക്കായ ശോകമായിരുന്നു. വായി വെക്കാൻ കൊള്ളൂലായിരുന്നു, എനിക്കിഷ്ടമായില്ല. അത് ഞാൻ തിന്നില്ല. അത് കഴിഞ്ഞ് കിച്ചുവിനും ടേസ്റ്റ് ചെയ്തപ്പോൾ കിച്ചുനും, നമുക്ക് കല്ലുമ്മക്കായ ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടായിരുന്നു അന്ന് കഴിച്ചത്. പക്ഷെ കഴിച്ചതും ശോകമായി. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നണമല്ലോ, പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ശോകമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് നിറച്ചതാണ്, ചെമ്മീൻ നിറച്ചത് അതായിരുന്നു. അത് ചെമ്മീൻ ഇങ്ങനെ ആ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെമ്മീൻ്റെ പുറത്ത് എനിക്കൊന്നാണ് ബ്രെഡാണ് എന്താണെന്നറിയില്ല, അതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വറുത്തെടുത്ത സാധനമായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ കിച്ചു കൈ നോക്കുന്നത് ചേച്ചിയാട്ടോ. ചേച്ചി കുറച്ച് കുട എനിക്കൊന്ന് ചൂടി തരുമെന്നത് അവൻ പിടിച്ചുകൊണ്ടിരിക്കട്ടെ, അവൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നത് എൻ്റെ മോളുടെ മോനെ പോലെ ആരോ പോലെ അവൻ ഇരിക്കുന്നതൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൈ നോക്കാമെന്ന് വിചാരിച്ച് ആ ചേച്ചി കൈ നോക്കുമ്പോൾ കൈ നോക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു,
ശരത്തിൻ്റെ കൈ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശരത്തിൻ്റെ കൈ നോക്കാൻ എന്തൊക്കെയാണെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് ശരത്തിൻ്റെ കൈ നോക്കാൻ പറഞ്ഞു കേട്ടോ. പാവം ഒരു അമ്മാമ്മയായിരുന്നേ. എന്താ നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു. എന്നുവെച്ചാൽ ശരത്തിൻ്റെ പറഞ്ഞപ്പം നമുക്കും നമ്മുടെ എന്ന് വെച്ചാൽ കറക്റ്റ് കാര്യങ്ങളാണല്ലോ, അപ്പം നമ്മുടെ കൂടെ കേൾക്കണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് ശങ്കറിൻ്റെയും പിന്നെ എൻ്റെയും ഞങ്ങൾ രണ്ടുപേരും കേട്ടു കേട്ടോ. ഞങ്ങൾ കൈ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല രസമല്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഇത് കേട്ടു നോക്കൂ കേട്ടോ. കാലം കഴിഞ്ഞാൽ അപകടം കഴിയുന്ന സ്ഥാനം കഴിഞ്ഞു പോയി, സമയം ബുദ്ധിരേഖയാണ്. ബുദ്ധിയില്ലാന്നല്ല, വേണ്ടോർത്തില്ല. പൊട്ടൻ്റെ കളിയും കാട്ടും, ചൂടൻ്റെ കളിയും കാട്ടും. പൊട്ടണം നല്ല ആൾ വളകനാണ്, കുഞ്ഞ വളകന. ഈ രേഖ തന്നെ ചെയ്യുക. മുതലേ സ്വത്ത് ധനമൊക്കെ വർദ്ധിച്ചു. അന്യ ആൾക്കാരെ മുതൽ മോനെ ആഗ്രഹം ഒരാൾ കൊടുക്കാതിരിക്കുക. അച്ഛൻ്റെ സ്വഭാവമല്ല അമ്മേൻ്റെ സ്വഭാവം, അച്ഛൻ്റെ സ്വഭാവം. അമ്മ മക്കൾക്ക് വേണ്ടി പാടുപെട്ട ആൾ, അമ്മേൻ്റെ പ്രിയപ്പെട്ട മോന. അമ്മേനെ കാര്യത്തിനും തിന്നാനും വല്ലാതെ പോക്ക് വരുമ്പോൾ ജീവിതങ്ങൾ ശത്രുക്കളെന്നാണ് വിശ്വാസം. വെള്ളവടായി കൊണ്ട് ഒത്തും പറയില്ല, വെള്ളവടായി കൊണ്ട് കാര്യം വെക്കുക. വളഞ്ഞു വരില്ല, ധൈര്യമുള്ള മോന. പെട്ടെന്നേ മുഴുവൻ ചെയ്യും. ആള് പിടിവാസിക്കാരൻ, പിടിച്ചവാസി നേടും. വിവാഹരേഖ എൻ്റെ സ്ഥാനം ഉണ്ടെങ്കിലും ഒന്നേ തെളിവുള്ളൂ കേട്ടോ. പക്ഷേ ലവ് മാരേജാണ് കാണുന്നത് കേട്ടോ. പിന്നെ മക്കളെ ഭാഗ്യം, 2 മക്കളുടെ ഭാഗ്യം. ഭാര്യ മോനേക്കാൾ സൂത്രകാരിയാണ്. ഓളെക്കൊണ്ട് മോൻ നന്നാവും. കേട്ടോ, ഭാര്യ വിട്ട മതി കൊണ്ട് പൈസക്കാരനാവില്ല. അച്ഛൻ നയിച്ച മതി കൊണ്ട് അമ്മ നയിച്ച മതി കൊണ്ട് കണക്കാരനാവില്ല. സ്വന്തം അധ്വാനിച്ച മതി കൊണ്ട് ജീവിതം ഉണ്ടാവും കേട്ടോ. ഇഷ്ടപ്പെട്ട് ജോലി കിട്ടാൻ ഭാഗ്യം കേട്ടോ. ജോലിക്ക് വേണ്ടി നാട് വിട്ട് വിടമിട്ട് യാത്രകളൊക്കെ ഉണ്ട്. അമ്മേനോട് സത്യം പറഞ്ഞ് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ഇപ്പോൾ വരാൻ മാത്രം പറഞ്ഞു. കള്ള എപ്പോഴും അറിയണം, നല്ല കളിയും ചെയ്യരുത്. ആള് കളികാലമ്പക്കാരില്ല, ആരും വിട്ട് കളിക്കില്ല. ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കുന്ന മനസ്സ് അവരെത്ര കളി മതിയാവില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള മനസ്സ് വിടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോനെ. മോൻ എവിടെ പോലും തോൽക്കി വരില്ല, പരാജയപ്പെടില്ല കേട്ടോ. ആര് തോൽപ്പിച്ചാലും ദൈവമാണ് തോൽപ്പിക്കുക. 25 വയസ്സ് മേൽക്കോട്ടാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കഴിഞ്ഞ് അടുത്തത് പിന്നെ ശങ്കരൻ നോക്കിയപ്പോഴും എൻ്റെ പിന്നെ ശങ്കരന് എന്താ പറയുക, ശങ്കരന് കറക്റ്റ് കാര്യങ്ങളാട്ടോ പറയുന്ന. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ശരിയാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ശങ്കരനെ കേട്ടിട്ട് അത് ചിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശങ്കരനെയും കൂടെ നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ. പൈസ കഴിയില്ല പറഞ്ഞ ആർക്കും വിശ്വാസം തൊള്ള മൂല്യമാണ് നാട് വരെ എല്ലാവർക്കും വിശ്വാസം. ചതി വഞ്ചന നേരെ ചിന്തക്കാരനാണ്. പക്ഷെ ചെറിയ കാര്യം കിട്ടിയ വലിയ ആലോചന. പക്ഷെ ആലോചന ഒഴിവാക്കും. ഇന്ന് മോൻ്റെ കൈ കൊണ്ട് വീട്ടിൽ 4 കരം ചോറ് കഴിക്കാൻ ടൈമിന് വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല, ഇല്ലാത്തോണ്ടല്ല. പക്ഷെ പോക്കും വരവും ജീവിതം കൊണ്ട് അസൂയക്കാരുണ്ട്. മോനെ കാണുമ്പോൾ നല്ലത് പറയുക, കണ്ണിട്ട് അസൂയ ഇല്ല വല്ലോണം ചിരിക്കുക. അനക്കിനെ പറയണം വെക്കാൻ ആളുണ്ട്. ആവുന്നത്ര അടിപിടി കച്ചറ വാക്ക് നടക്കാൻ കേസ് കൂട്ടിനൊന്നും പോകില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിട്ടു കിട്ടും അടിപിടി. അവിടെ നീ മോനെ ഓടി വെക്കും, കല്ലാനല്ല. കുറച്ചേരം കണ്ടെത്തും, പെട്ടെന്ന് വിളിച്ചതാണ്. എല്ലാവരും സഭയ്ക്ക് വിളിച്ചു വെക്കും, എല്ലാ കല്ലിലും കൂടും ചെയ്യും. ഭാര്യ മോനേക്കാളും വളവത്തിയാവും കേട്ടോ. വളക്കൊണ്ട് മോൻ നന്നാകും. ഭാര്യ പിന്നെ ഭാര്യക്കൊരു മതിലിട്ടാൻ പൂതിയൊന്നുമില്ല. ഞാൻ ചോദിച്ച് വാങ്ങുന്നൊന്നും വേണ്ട കേട്ടോ. മോൻ ഇഷ്ടപ്പെട്ട വിവാഹമാണ് കേട്ടോ. മോൻ്റെ കൈര്യം കൊണ്ട് പറയുകയാണെങ്കിൽ കല്യാണം ചെയ്യുക ഓരോന്നും കാണാനില്ല. 2 കേക്കുണ്ട്, ഒന്ന് കണ്ടു വെക്കുക, പറഞ്ഞു വെക്കുക, വാക്കൊന്നും ഇഷ്ടപ്പെടാതെ പോകുക, സ്നേഹിച്ച് പോകുക, കണ്ണം കൊണ്ട് ഒക്കാതെ പോകുക. മോനെ കൈര്യം കൊണ്ട് ഒരാൾ മോനെ സ്നേഹിച്ചും കൊണ്ട് വഞ്ചിക്കുന്നുണ്ട്. മോനെ തിരിച്ചുള്ള ബുദ്ധിമുട്ട്. മോനെ കാണുമ്പോൾ നല്ലത് പറയാ, കണ്ണിട്ടാണ് മോനെ കൈര്യം കൊണ്ട് നല്ലൊരു കണ്ണും ഗ്രാഫും മോനെ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോണ്ട് ഉഷാറില്ല അറിയില്ല. ഇരുന്നവിടെ നിന്നാൽ നിന്നു. കൈ കൊയ്യ, കാലി കൊയ്യ, മുടി കൊയ്ക്കുക, ഉറപ്പിക്കുക, തീർക്കണൊക്കെ എന്നാലേ കാണുന്നത്. ആരാളെ കൂടി അവരെക്കാൾ സൂത്രം മോനെ എനിക്ക് ചിന്തിച്ചു വെക്കും. പറഞ്ഞു പിടിച്ചൊന്നും ആൾ പോയപ്പോൾ കാരണം അച്ഛൻ നിയന്ത്രിക്കേണ്ട എല്ലാ ഭാരം മോനല്ലായിരുന്നു. നിയന്ത്രിക്കേണ്ട കേട്ടോ. ഇരിക്കുന്ന ഇവിടെ സ്ഥിരമായിട്ടില്ല. മോനാൽ വെച്ച് ഇരിപ്പിടെ മാറി പാർക്കാൻ പാടില്ല. തിരിച്ചവിടെ പറഞ്ഞവിടെ തറവാടൊക്കെ എഴുതി പാർക്കുക. വിവാഹനപ്രിയനാണ് ആള്. വിവാഹനം കണ്ടു വെച്ച് നിൽക്കുന്നുണ്ട്. സംഗതി മോനെ മനസ്സിലാവും. അവിടെ മറ്റാളെ വെക്കില്ല. ഈ കയ്യോടെ കൈനട്ടം വെച്ചാൽ ശവനം കണ്ടാകും ദോഷമില്ല കേട്ടോ. മലയാള മാസം 1-ാം തീയതി കൈനട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എത്തുന്നവർ നന്നാവും മോന് ദോഷമായിട്ട്. എൻ്റെ കയ്യിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ കെട്ടുന്ന കിട്ടാൻ കടമെടുത്ത പൈസയും കിട്ടാനുള്ള പൈസയും കൊടുത്തിട്ട പൈസയും വേണ്ടിയാണ് അയാൾ. അത് കിട്ടിയാൽ 4 ആളെ കാണിച്ച് ചിലവാക്കാറില്ല. വെട്ടിച്ച് കൂട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞപ്പോൾ കളവാക്കി കേട്ടോ. 8 പേരുടെ കാര്യമുണ്ട്. 8 കുട്ടികൾക്ക് കാര്യമുണ്ട് കേട്ടോ. കഴിയാൻ ചാ വെച്ചത് അതെ. ഇത് നിങ്ങൾക്ക് എത്ര വയസ്സായി? വെള്ളം മേടിച്ചാ
അടിപൊളി കഴിക്കുക. ഐസ്ക്രീം കുടിക്കല്ലേ, വെള്ളം കുടിക്കും. വെള്ളം പിടിക്കണം, എന്നാലും ഐസ്ക്രീം എന്നാലും വെള്ളം കുടിക്കണം. കേട്ടില്ല? ആണായി ജനിക്കേണ്ടതാ പെണ്ണായി. പെണ്ണായി ജനിച്ചെങ്കിൽ ആണുങ്ങൾ കൊണ്ടിരിക്കുന്ന ചുമതലകളൊക്കെ നമ്മൾ കഴിക്കില്ല, മറ്റുള്ള ഏൽപ്പിക്കണ്ടോ. ആള് തടിച്ചിരുന്ന മൂക്കാം, മുഞ്ചാറ്റിക്കാരിയാ, ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. കഴിച്ചാൽ നല്ല മോളാണ്, എത്തിക്കഴിഞ്ഞാൽ ആൾ കയറാൻ പറ്റും. പക്ഷെ മോളെ കൈര്യം കൊണ്ട് പറയുന്നത് ആയുസ് ആരോഗ്യം ബുദ്ധിയൊക്കെ ഉള്ള മോളാട്ടോ. പക്ഷെ എല്ലാവർക്കും ബുദ്ധി വിളവ് സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളെ കാലത്ത് ബുദ്ധി പൈസ കൊടുത്തതാണ്. സ്വർണ്ണത്തിനേക്കാൾ ഇഷ്ടം കിടക്കുന്ന വസ്ത്രം കൊണ്ടാണ്. എന്ത് വസ്ത്രം കൊണ്ടുവന്നാലും മനസ്സിന് ഇഷ്ടപ്പെടില്ല. അത് അടിച്ചു കൊണ്ടുവന്ന് മായി കൊണ്ടുവന്ന് കൊണ്ടുവന്നാലും കിട്ടാൻ പറഞ്ഞിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എൻ്റെ അമ്മ വെച്ച മക്കൾ പൊട്ടത്തിയാണോ. പക്ഷെ പൊട്ടത്തിൽ നല്ല പൊട്ടങ്ങൾ കാട്ടുകയാണ്. പിന്നെ മോളെ കൈര്യം കൊണ്ട് നല്ലൊരു കണ്ണ് നാവൂറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭർത്താവിൻ്റെ കൂടെ യാത്രയ്ക്ക് സ്ഥാനമുണ്ട് കേട്ടോ. നാട് വിട്ട് കുടുംബം വിട്ട് യാത്രയൊക്കെ ചെയ്യും കേട്ടോ. സ്വന്തം മോളെ കൈര്യം കൊണ്ട് പെറ്റ മേലെ സ്വഭാവമൊന്നുമില്ല, അച്ഛൻ മേലെ സ്വഭാവം. ഒരു ശീലം തോന്നുന്നു അടുക്കള കയറാൻ അമ്മേനെ സഹായിക്കാൻ. ഒരു ശീലം ഒന്നും എടുക്കില്ല. കൈര്യം കൊണ്ട് പറയുകയാണെങ്കിൽ ഇത് അന്നരേഖ, അന്നത്തിന് വസ്ത്രം ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് കുഴഞ്ഞില്ല കേട്ടോ. ഈ കയ്യിൻ്റെ ആകൃതി രേഖ സ്ഥാനം ജോലിക്കാർക്ക് വേണ്ട. ജോലി ഉണ്ടാ, ഇഷ്ടപ്പെട്ട ജോലി ആയിട്ടില്ല, ജോലി കൊണ്ട് മാറ്റം കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ മോളെ കൈര്യം കൊണ്ട് കുടിക്കാത്ത വെള്ളം കുടിക്കുക, കാണാത്ത നാട് കാണുക, കണ്ണിന് കൗതുപ്പെട്ട വസ്തുക്കളൊക്കെ വേണം ഭാഗ്യവതി. നമ്മളെ കൈര്യം കൊണ്ട് ചില സമയത്ത് എത്ര കഴിഞ്ഞാലും മതിയാവില്ല. ചിലപ്പോൾ എന്തിനാ പോകുന്നത് ചിന്തിക്കുക. വിരുന്ന് യാത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മോളാണ്. നാളെ പോലെ യാത്രയ്ക്കും തന്നെ ആയിരുന്നു കേട്ടോ. എന്നാലും തോളത്തുനിന്ന് ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ തിരിച്ചുള്ള ബുദ്ധി നോക്കില്ല. മോളെ കൈര്യം കൊണ്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ മോൾ ചിന്തിക്കും. ഒരു മണിക്കൂർ ടൈം പരാജയപ്പെട്ട അരമണിക്കൂർ നേരമാണ് കാര്യം മോൾ വിജയിപ്പിക്കുക. ഭർത്താവ് നാളെക്കാളും എത്താക്കളും നേതാളാകും കേട്ടോ. ഒരു കുടുംബശ്രീയുള്ള മോനാകും. ഏത് പാർട്ടിക്കാർ ഇഷ്ടപ്പെട്ട മോന. ജാതിഭേദമില്ല മോക്ക്, എല്ലാ ജാതിയും അമ്മ. നമ്മളെ വീട്ടിൽ ഇപ്പോൾ അടുത്തൊരു ചിലവ് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടതല്ല, കളിച്ചിട്ട് സന്തോഷിക്കേണ്ട ചിലവ്. മോളെ കൈര്യം കൊണ്ട് ജനിച്ച വീട്, വർണ്ണ വീട്, ഭർത്താവിൻ്റെ തറവാടൊക്കെ കഴിഞ്ഞു. സ്വന്തമായിട്ട് എനിക്കുള്ള വീടൊക്കെ പൂർത്തിയാൻ ഭാഗ്യമുണ്ട് കേട്ടോ. എവിടെ പോലെ സീറ്റ് നോക്കണ്ടേ, ജീവിക്കാനുള്ള പണത്തിൻ്റെ അല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന എൻ്റെ അമ്മ വെച്ച മക്കൾ ഇത് പൊട്ടത്തിച്ച് ആയിപ്പോയോന്ന്. പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് 24 വർഷം പോയിൻ്റ് മുകളിൽ കണ്ടെത്തും. ചെന്ന് ചാടെ കൊണ്ടില്ല. ജോലി കൊണ്ട് ഉയർച്ചാൽ ജീവിക്കും. ഇപ്പോഴത്തെ പരാജയം കണക്കെടുക്കണ്ട കേട്ടോ. 2 കൊല്ലം ഒരു വട്ടം തിരിച്ചലാണ്. എന്ത് കാര്യത്തിനും ഗുണമില്ല. തെക്കോട്ടും വടക്കോട്ട് പോവുക, നേരി വയ്ക്കുമ്പോൾ കുറുക്കോയ്ക്ക് പോവുക, ഇതൊക്കെ പോവുകയാണ്. ഒരു മാസം കൂടി ഉള്ള പരാജയം. നമ്മൾ ചോദിക്കാൻ ഒരു മാസം നിധി കിട്ടാനൊന്നും പറ്റില്ല. നിധി കിട്ടും പോലെ, അത് തെളിയും പോലെ തെളിയേണ്ട ഭാഗ്യം നോക്കുന്നു കേട്ടോ. എവിടെ പോയി നന്നാകും ദിവസം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിലത്ത് നിന്ന് ദാഹിച്ച് പണ്ടാരടങ്ങി. എന്നിട്ട് നമ്മൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായപ്പം എന്താ പറയുക ഈ മാംഗോ ബാർ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ മാംഗോ ബാർ കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ കഴിച്ചപ്പോൾ ഒരുത്തൻ അവിടെ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരുത്തൻ പാനിപൂരി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അതും കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് കടന്ന് നോക്കുമ്പോൾ കുറേ പട്ടമൊക്കെ പറത്തുന്നത് കണ്ട്. അപ്പം ഇവിടെ എല്ലാവർക്കും കൊതിയായി. അങ്ങനെ ആദ്യം റെസിനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ വാങ്ങി. പിന്നെ കിച്ചു വാങ്ങി, പിന്നെ ശരത്ത് വാങ്ങി, പിന്നെ ശങ്കരൻ വാങ്ങിച്ചു. പിന്നെ അവർ തമ്മിൽ മത്സരമായി, ഏറ്റവും പൊക്കത്ത് പോകുന്നത് ആരാന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ മത്സരമായിട്ട് ആദ്യമേ ശരത്തിൻ്റെ പട്ടം പറഞ്ഞില്ല. പിന്നെ ശരത്തിന് എനിക്ക് തോന്നുന്നു 2 പട്ടം എക്സ്ട്രാ വാങ്ങിച്ചു തോന്നുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇവള് ബിസ്ക്കറ്റ് ചോക്ലേറ്റിൽ മുക്കി തന്നൊരു ബിസ്ക്കറ്റിൻ്റെ പൊന്നോ പ്രസിൻ്റെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ആ ബാഹിനും സൂപ്പർന്ന് കാണിച്ചാണ്. ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. പക്ഷെ അവിടുത്തെ എനിക്ക് തിന്നിട്ടില്ലേ ഒരുമാതിരത്തെ ടേസ്റ്റ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ക്രിസ്പി അല്ല സാധനം. നമുക്ക് കഴിക്കാം. മറ്റേ കിഴങ്ങ് നമ്മുടെ എണ്ണയിൽ വെറുതെ വറുത്തിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ആ സാധനം തന്നെ. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്ന വഴി കോഴിക്കോട് തന്നെ കേട്ടോ. അപ്പം അവിടുന്ന് കല്ലുമ്മക്കായയും പിന്നെ എരുന്തെന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്, അതും വാങ്ങി ഞങ്ങൾ നേരെ എറണാകുളത്ത് എത്തിയിട്ട്. അപ്പം ഞങ്ങൾ നൈറ്റായി എത്തിയപ്പോഴത്തേനും അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് പെപ്സിയും സ്പ്രൈറ്റൊക്കെ ആദ്യം വാങ്ങിച്ചത്. ഭയങ്കര ദാഹമായിരുന്നു, എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസും അൽഫാമും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ, ബായ്.